മലപ്പുറത്തും കാസർഗോഡും ജയിച്ചവരുടെ പട്ടിക നോക്കണമെന്ന് ശ്രീ സജി ചെറിയാൻ പറഞ്ഞു. അത് എ കെ ബാലൻ അങ്ങനെ തിരുത്തി പറയണ്ടായില്ല. സജി ചെറിയാൻ ഒരു പ്രസ്താവന നടത്തിയുണ്ടായി. ഞങ്ങൾ വർഗീയതയ്ക്കെതിരാണ്, ഏത് തരത്തിലുള്ള വർഗീയതയ്ക്കെതിരാണ്. ന്യൂനപക്ഷ വർഗീയത RSSന് വളരാനുള്ള ഇന്ധനം നൽകുന്നുണ്ട്. കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ ഒരൊറ്റ വർഗീയ കലാപം നടക്കാത്ത ഏതെങ്കിലും ഒരു സംസ്ഥാനം കേരളമല്ലാതുണ്ടോ? രാമക്ഷേത്രം ദേശീയോദ്ഗ്രഥത്തിന്റെ പ്രതീകമാണെന്ന് പറയാൻ വല്ല മടിയും പ്രിയങ്ക ഗാന്ധിക്ക് ഉണ്ടായോ? ബുൾഡോസർ ഇവിടെയല്ലേ വരാത്തുള്ളൂ അല്ലേ? ഇവിടെയും തമിഴ്നാട്ടിലും അല്ലേ വരാത്തതുള്ളൂ. കർണാടക വരെ എത്തിയില്ലേ? പ്രത്യേക പ്രിവിലേജാണ് വലതുപക്ഷത്തിന്റെ, പ്രത്യേകിച്ച് കോൺഗ്രസിന്റെ, ലീഗിന്റെ ഒക്കെ നേതാക്കൾക്ക് പ്രത്യേക പ്രിവിലേജാണ്. അവർക്ക് എന്തിനും സ്വാതന്ത്ര്യമുണ്ട്. അവർക്ക് ഗോൾവാക്കറുടെ വിളക്കിന്റെ മുമ്പിൽ, ഗോൾവാക്കറുടെ ചിത്രത്തിന്റെ മുമ്പിൽ വിളക്ക് കൊളുത്തി വണങ്ങി നട്ടല് വളച്ച് നിൽക്കാനുള്ള സ്വാതന്ത്ര്യം, സവിശേഷ അധികാരം അവർക്ക് മാത്രമാണ്. ഇടതുപക്ഷ നേതാവിന്റെ നാക്കുപിഴ സംഭവിച്ചാൽ അതോടുകൂടി അന്ത്യമായിരിക്കും. ഇപ്പൊ എനിക്ക് തോന്നുന്നു ബി ജെ പിക്കാരെക്കാൾ ഭൂരിപക്ഷം മുൻ കോൺഗ്രസ്സുകാർക്കാണ്. 3ാം വട്ടം ഭരണം കിട്ടുന്നതിന് ഞങ്ങൾക്കുള്ള ഏറ്റവും വലിയ ബലം, അല്ലെങ്കിൽ അതിന് ജനങ്ങളുടെ മുമ്പിൽ വെക്കാനുള്ളത് ഈ സത്യസന്ധമായ പ്രവർത്തനങ്ങളാണ്. ഈ ഗൃഹസന്ദർശനം നടത്തുമ്പോൾ മനസ്സിലായിട്ടുള്ളത് എന്താണ്? ഭരണവിരുദ്ധ ഗവൺമെന്റിനെ കുറിച്ച് വലിയ മതിപ്പാണ് ആളുകൾക്ക് എന്നുള്ളത്. അപ്പൊ പിന്നെ തിരുത്തേണ്ടത് തിരുത്തും എന്ന് CPI സംസ്ഥാന സെക്രട്ടറി വിനോദ് വിശ്വം പറഞ്ഞതിന്റെ കോണ്ടെക്സ്റ്റ്. അതിനർത്ഥം ചെയ്യുന്നത് 100% ശരിയാവണമെന്നില്ലെന്നാണ്. ഞങ്ങളങ്ങനെ അമാനുഷ്യരൊന്നുമല്ല, അങ്ങനെ അവകാശപ്പെടുന്നുമില്ല. അതൊക്കെ കോൺഗ്രസും BJP അല്ലേ ഞങ്ങൾ തെറ്റ് ചെയ്യാത്തവർ എന്നൊക്കെ, ദൈവതുല്യർ എന്നൊക്കെ കരുതുന്നത്. ഞങ്ങൾ സാധാരണ മനുഷ്യരാണ്. പിന്നെ എന്തുകൊണ്ടാവും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഒരു തിരുത്തൽ വേണം അല്ലെങ്കിൽ ശ്രദ്ധിക്കണം എന്നുള്ള ഒരു സിഗ്നൽ? ഒരുപാട് കാരണങ്ങളുണ്ട്, പ്രാദേശികമായിട്ടുള്ള കാരണങ്ങൾ ഒരുപാടുണ്ട്. ഗൃഹസന്ദർശനം നടത്തുമ്പോൾ മനസ്സിലായിട്ടുള്ളത് എന്താണ്? ഭരണവിരുദ്ധ ഗവൺമെന്റിനെ കുറിച്ച് വലിയ മതിപ്പാണ് ആളുകൾക്ക് എന്നുള്ളതാണ്. അതാണ് ഉള്ളത്. ഞാൻ കഴിഞ്ഞ ദിവസം കൂടി ഞങ്ങളുടെ താഴെത്തട്ടിലുള്ള ചില പ്രവർത്തകരെ കണ്ടപ്പോൾ അവർ പറഞ്ഞു സർക്കാരിനെ കുറിച്ച് ഒരു പരാതിയും ആളുകൾക്കില്ല എന്നതാണ്. അപ്പൊ പിന്നെ തിരുത്തേണ്ടത് തിരുത്തും എന്ന് CPI സംസ്ഥാന സെക്രട്ടറി വിനോദ് വിശ്വം പറഞ്ഞതിന്റെ കോണ്ടെക്സ്റ്റ്. അതിനർത്ഥം ചെയ്യുന്നത് 100% ശരിയാവണമെന്നില്ലെന്നാണ്. ഞങ്ങളങ്ങനെ അമാനുഷ്യരൊന്നുമല്ല, അങ്ങനെ അവകാശപ്പെടുന്നുമില്ല. അതൊക്കെ കോൺഗ്രസും BJP അല്ലേ ഞങ്ങൾ തെറ്റ് ചെയ്യാത്തവർ എന്നൊക്കെ, ദൈവതുല്യർ എന്നൊക്കെ കരുതുന്നത്. ഞങ്ങൾ സാധാരണ മനുഷ്യരാണ്, മനുഷ്യർക്കിടയിൽ പ്രവർത്തിക്കുന്നവരാണ്. മാനുഷികമായിട്ടുള്ള തെറ്റുകൾ, കുറവുകൾ, പാളിച്ചകളൊക്കെ ഉണ്ടാവും. അത് നന്നായി പ്രവർത്തിച്ചു എന്ന് പറയുമ്പോൾ അതിനർത്ഥം ഇനി നന്നാവാനൊന്നുമില്ല എന്നുള്ളതല്ല. പൊതുവെ നമ്മൾ CPMന്റെ ഭാഗത്തു നിന്നാണെങ്കിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗത്തു നിന്നാലും ആലോചിക്കാൻ കഴിയാത്ത, അല്ലെങ്കിൽ CPMO LDFO ചെയ്യുമെന്ന് വിചാരിക്കാൻ കഴിയാത്ത ചില ചർച്ചകൾക്ക് വഴിവെച്ചത് CPM നേതാക്കളാണ് ഈ അടുത്ത കാലത്ത്. ഇപ്പൊ ജമാഅത്ത് ആഭ്യന്തരമന്ത്രി ശ്രീ A K ബാലൻ പറഞ്ഞു. മലപ്പുറത്തും കാസർഗോഡും ജയിച്ചവരുടെ പട്ടിക നോക്കണമെന്ന് ശ്രീ സജി ചെറിയാൻ പറഞ്ഞു. അത് A K ബാലൻ അങ്ങനെ തിരുത്തി പറയണ്ടായില്ല. സജി ചെറിയാൻ ഒരു പ്രസ്താവന നടത്തിയുണ്ടായി. ഇത് സത്യം പറഞ്ഞാൽ കേരളം പൊതുവെ കണ്ടിട്ടില്ല ഒരു ചർച്ച, അങ്ങനെ ഒരു ചർച്ച, അതിന്റെ പുറത്തൊരു വാദപ്രതിവാദം, പിന്നെ ഒരു പിൻവലിക്കല്. ഈ ചർച്ച CPMO ഇടതുപക്ഷവും നടത്തി നമ്മൾ കണ്ടിട്ടില്ല. ഒരു കാര്യം പറയാം, ഞങ്ങൾ വർഗീയതയ്ക്കെതിരാണ്, ഏത് തരത്തിലുള്ള വർഗീയതയ്ക്കെതിരാണ്. ഉറച്ച മതനിരപേക്ഷ നിലപാടാണ് കേരളത്തിൽ നിന്നല്ല ലോകത്തെല്ലായിടത്തും കമ്മ്യൂണിസ്റ്റുകാർ ഉയർത്തിപ്പിടിക്കുക. അങ്ങനെ ഉയർത്തിപ്പിടിക്കാനാവും. എല്ലാ വർഗീയതയെയും മതമൗലികവാദത്തെയും ലോകമാകെ എതിർത്തിട്ടുള്ളവരാണ് കമ്മ്യൂണിസ്റ്റുകാർ. കാരണം അല്ലെങ്കിൽ പിന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അല്ലാണ്ടാവും. ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അങ്ങനെ പ്രവർത്തിക്കാൻ പറ്റും, ഇടതുപക്ഷത്തിനും അങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റും. ഇവിടെ ഞങ്ങൾക്ക് നല്ല തികഞ്ഞ ബോധ്യമുണ്ട്, ഇന്ത്യ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി RSS ഉയർത്തുന്ന ഭൂരിപക്ഷ വർഗീയതയാണ്. അതാണ് മുഖ്യമായ വെല്ലുവിളി. കാരണം അവരുടെ കയ്യിലാണ് അധികാരം. ന്യൂനപക്ഷ വർഗീയതയ്ക്ക് എത്ര ശ്രമിച്ചാലും അധികാരം കയ്യിലാക്കാനാവില്ല. പക്ഷേ ന്യൂനപക്ഷ വർഗീയതയെ കൂടി എതിർത്തേ RSSനെ തോൽപ്പിക്കാനാവൂ. കാരണം ന്യൂനപക്ഷ വർഗീയത RSSന് വളരാനുള്ള ഇന്ധനം നൽകുന്നുണ്ട്. 2 വർഗീയതകളും തമ്മിലൊരു പരസ്പര ആശ്രിതത്വമുണ്ട്. ഒന്നിനെ ചൂണ്ടിയാണ് മറ്റൊന്ന് വളരുന്നത്. ഒന്നുണ്ടെങ്കിലേ മറ്റൊന്നിൻ്റെ നിലനിൽപ്പുള്ളൂ. അതുകൊണ്ട് മതനിരപേക്ഷ ശക്തികൾക്ക് ഏതെങ്കിലും ഒരു വർഗീയതയോട് മൃദുവായ നിലപാട് സ്വീകരിക്കാൻ പറ്റില്ല. അപ്പോൾ ഞങ്ങൾ 2 വർഗീയതയെ എതിർക്കുമ്പോൾ 2 തരത്തിലുള്ള ആക്ഷേപം ഞങ്ങൾ നേരിടും. അതിനർത്ഥം ഞങ്ങൾ ശരിയാണെന്നാണ്. RSS BJP ശക്തികൾ ഞങ്ങൾ ന്യൂനപക്ഷത്തെ പ്രീണിപ്പിക്കുന്നു എന്ന് പറയും. ഇപ്പുറത്തുള്ള ആളുകൾ ഞങ്ങൾ
സംഘപരിവാറിനോട് മൃദു സമീപനം സ്വീകരിക്കുന്നു എന്ന് പറയും. രണ്ടു കൂട്ടരുടെയും ആക്രമണങ്ങൾ എല്ലാ കാലത്തും ഞങ്ങൾ നേരിടേണ്ടി വന്നിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഞങ്ങൾ ശരിയായ വഴിയിലാണ് എന്നതാണ്. അതാണ് അതിനർത്ഥം. അപ്പം ആ നിലപാടാണ് ഞങ്ങൾ എല്ലാ കാലത്തും സ്വീകരിച്ചിട്ടുള്ളത്. ഇപ്പോൾ മതനിരപേക്ഷ രാഷ്ട്രമായിട്ട് ഇന്ത്യ നിലനിൽക്കണം എന്നതാണ്. ഏത് മതരാഷ്ട്രവാദം ഉയർത്തിയാലും ഞങ്ങൾ അതിനെതിരാണ്. BJPയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് RSSനാൽ നിയന്ത്രിക്കപ്പെടുന്ന ഗവൺമെൻറ്റാണ്. മതരാഷ്ട്രം എന്ന ലക്ഷ്യത്തിലേക്കാണ് ചുവടുവെക്കുന്നത്. ആരാണ് ഏറ്റവും ശക്തമായിട്ട് അതിൻ്റെ എതിർപ്പിൻ്റെ മുമ്പിലുണ്ടായിട്ടുള്ളത്? പ്രത്യയശാസ്ത്രപരമായി തന്നെ അതിനെ എതിർക്കാൻ മറ്റാരേക്കാൾ കെൽപ്പുള്ളത് ആർക്കാ? കാരണം എന്താ, അത് ഞങ്ങളെക്കാൾ നന്നായിട്ട് അല്ലെങ്കിൽ എതിരാളികളെക്കാൾ നന്നായിട്ട് മറ്റുള്ളവർക്കറിയാം. ആർക്കറിയാം? RSSനറിയാം. ഗോൾവാൾക്കറുടെ പുസ്തകമാണ് വിചാരധാര. വിചാരധാര കമ്പോട് കമ്പ് വായിച്ച ഒരാളാണ് ഞങ്ങൾ മിക്കവാറും ആളുകൾ. കാരണം അത് വായിച്ചിട്ട് വേണം ഇതിനെ എതിർക്കാൻ. വിചാരധാരയിൽ 3 അധ്യായങ്ങളിൽ അസന്നിഗ്ധമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇന്ത്യയെ ഒരു ഹിന്ദു രാഷ്ട്രമാക്കുന്നതിന് ശത്രുക്കൾ ആരൊക്കെ, ആരെയെല്ലാം ഉന്മൂലനം ചെയ്യണം. അധ്യായം 19 മുസ്ലിങ്ങൾ. അധ്യായം 20 ക്രിസ്ത്യാനികൾ. അധ്യായം 21 കമ്മ്യൂണിസ്റ്റുകാർ. ഈ 3 പേരും ആന്തരിക ഭീഷണികൾ എന്നാണ് വിശേഷിപ്പിക്കുന്നത്. ഈ ആന്തരിക ഭീഷണികളെ ഉന്മൂലനം ചെയ്താലേ എന്താക്കാൻ പറ്റും? ഇന്ത്യയെ ഒരു മതരാഷ്ട്രമാക്കി മാറ്റാൻ പറ്റും. ഇത് 3ഉം ആന്തരിക ഭീഷണിയാവുന്നതിൻ്റെ കാരണം എന്താണെന്നും പറഞ്ഞിട്ടുണ്ട്. 3ഉം വൈദേശികമാണ് എന്നാണ്. 3ഉം വൈദേശികമാണ്. ഇസ്ലാം വിദേശത്തുണ്ടായതാണ്, ക്രിസ്ത്യാനിറ്റി വിദേശത്തുണ്ടായതാണ്, മാർക്സിസം വിദേശത്തുണ്ടായതാണ്. അതുകൊണ്ട് 3ഉം ഇല്ലാതാക്കണം. ഇതാണ്. അപ്പോൾ അവർക്ക് സംശയമില്ല, ഞങ്ങൾ അവരുടെ 3 ശത്രുക്കളിൽ ഒന്നാണ്. ഞങ്ങൾക്കും അക്കാര്യത്തിൽ ഒരു സംശയമില്ല. അതുകൊണ്ട് പ്രത്യയശാസ്ത്രപരമായി ഇരുധ്രുവങ്ങളിലാണ് സംഘപരിവാറും ഇടതുപക്ഷവും എല്ലാ കാലത്തും. അതുകൊണ്ട് ഞങ്ങൾ എല്ലാ കാലത്തും അതിനെ എതിർത്തിട്ടുണ്ട്. അവർ ഞങ്ങളെയും എതിർത്തിട്ടുണ്ട്. അതിന് ഏറ്റവും വലിയ വില കൊടുക്കേണ്ടി വന്നിട്ടുള്ള പ്രസ്ഥാനമാണ് ഞങ്ങൾ. ഇപ്പോൾ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞല്ലോ, തലശ്ശേരി വർഗീയ കലാപം ഉണ്ടായി. ഒരുപാട് പേർക്ക് പലതും നഷ്ടപ്പെട്ടു. കട നഷ്ടപ്പെട്ടവരുണ്ട്, ഉപജീവന മാർഗം നഷ്ടപ്പെട്ടവരുണ്ട്, വീട് നഷ്ടപ്പെട്ടവരുണ്ട്, പലതും നഷ്ടപ്പെട്ടു. സ്വത്തുക്കൾ നഷ്ടപ്പെട്ടവരുണ്ട്. ജീവൻ നഷ്ടപ്പെട്ടത് ഒരു കമ്മ്യൂണിസ്റ്റുകാരന് മാത്രമാണ്. മെരുവമ്പായി കുഞ്ഞിരാമൻ കമ്മ്യൂണിസ്റ്റുകാരന് മാത്രമാണ്. വർഗീയതയ്ക്കെതിരായി പൊരുതി ജീവൻ നഷ്ടപ്പെട്ടവർ കമ്മ്യൂണിസ്റ്റുകാരും പിന്നെ മഹാത്മാഗാന്ധിയുമാണ്. അങ്ങനെ വരുമ്പോഴാണ് എൻ്റെ ചോദ്യം എനിക്ക് ഒരിക്കൽ കൂടി ഒരു പ്രാവശ്യം കൂടി ചോദിക്കേണ്ടി വരും. എന്താ കാര്യം വെച്ചാൽ ഇതിലെ ആർക്കും സംശയം ഉണ്ടെന്ന് തോന്നുന്നില്ല. പ്രത്യയശാസ്ത്രപരമായി CPM ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോ എവിടെ നിൽക്കുന്നു എന്നുള്ള കാര്യത്തിൽ, പ്രത്യേകിച്ചും CPM എവിടെ നിൽക്കുന്നു എന്നുള്ള കാര്യത്തിൽ സംശയം ഉണ്ടെന്ന് വിചാരിക്കുന്നില്ല. പ്രത്യേകിച്ച് ഈ സമയത്ത് ഇപ്പോൾ തമിഴ്നാടും കേരളവും ഉറച്ച കോട്ട പോലെ പ്രതിരോധിച്ച് നിൽക്കുകയും ഒന്നുകൊന്നു പറഞ്ഞ് നിൽക്കുകയും ചെയ്യുന്ന സമയത്ത് അനാവശ്യമായ വിഷയങ്ങളിലേക്ക് ചർച്ച എത്തിക്കാൻ അതിന്റെ കോണ്ടെക്സ്റ്റ് വേറെയായിരുന്നു. അപ്പം ഒരു കാര്യമില്ലാണ്ട് ചർച്ച തുടങ്ങി വെക്കുക ചെയ്യുന്നത്. അതിൽ ഒരു ചർച്ച നടന്നിട്ടേക്ക് വരികയൊന്നും ആയിരുന്നില്ല. ആർക്കെങ്കിലും ചിലർക്ക് ഈ നിലപാട് വിശദീകരിക്കുന്നതിൽ ചിലപ്പോൾ പാളിച്ച സംഭവിച്ചാൽ അതിനെ പെരുപ്പിച്ചവതരിപ്പിക്കുകയാണ്. അതുകൊണ്ടാണ് സജി ചെറിയാൻ ബഹുമാനപ്പെട്ട മന്ത്രി അദ്ദേഹം തിരുത്തിയല്ലോ. അത് തിരുത്തിയത് അദ്ദേഹം ഉദ്ദേശിച്ച അർത്ഥത്തിലല്ല അതിനെ അവതരിപ്പിച്ചത്. അപ്പോൾ പാർട്ടി തന്നെ പറഞ്ഞത് പാർട്ടി നിലപാടല്ല, അദ്ദേഹം തിരുത്തി. അപ്പോൾ ചിലപ്പോൾ ഊന്നലുകളിൽ വ്യത്യാസം വരും, അവതരിപ്പിക്കുന്ന ശൈലിയുടെ പ്രശ്നം ഉണ്ടാവാം, അങ്ങനെയൊക്കെയാണ്. അതൊന്നും ഒരു നിലപാടല്ല. അപ്പം ഞാൻ പറഞ്ഞത്, ഞാൻ ഉദാഹരണം പറയാം. ഈ നമ്മൾ പ്രത്യയശാസ്ത്രപരമായ നിലപാട് മാത്രമല്ല, എങ്ങനെ പ്രയോഗത്തിൽ അത് വരുത്തിയതെന്ന് ഞാൻ ഉദാഹരണമായിട്ട് പറയാം. ഇപ്പോൾ നമ്മുടെ രാജ്യം നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമാണ് മതരാഷ്ട്രത്തിനനുസരിച്ചൊരു തലമുറയെ വാർത്തെടുക്കാൻ വിദ്യാഭ്യാസത്തെ വർഗീയവൽക്കരിക്കുന്നു. വിദ്യാഭ്യാസത്തെ വർഗീയവൽക്കരിക്കുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അജണ്ട എന്താ? പാഠ്യപദ്ധതി മാറ്റിമറിക്കുന്നു, ചരിത്രത്തെ വളച്ചൊടിക്കുന്നു. ഭഗത് സിംഗ് പോകുന്നു, നെഹ്റു പോകുന്നു, അതുപോലെ തന്നെ ദേശീയ സ്വാതന്ത്ര്യ സമര സേനാനികൾ പലരും പുറത്താവുന്നു, എന്നിട്ട് വേറെ പലരും കയറി വരുന്നു. അതെ, ചരിത്രം ഒറ്റയടിക്ക് ചാടുന്നു, ചരിത്രത്തെ സൗകര്യപ്രദമായ നിലയിൽ വ്യാഖ്യാനിക്കുന്നു. നോക്കൂ, NCERT വെട്ടിമാറ്റി എല്ലാ പാഠഭാഗവും പഠിപ്പിക്കുന്ന ഒറ്റ സംസ്ഥാനമാണ് കേരളം, അല്ലേ? അതാണ് ബദൽ എന്ന് പറഞ്ഞാൽ. അതാണ് ബദൽ. അല്ലാണ്ട് ഞങ്ങൾ പ്രസംഗത്തിലും പ്രത്യയശാസ്ത്രത്തിലും മാത്രമല്ല, പ്രയോഗത്തിൽ അതിനെ എങ്ങനെ നടപ്പാക്കി എന്നുള്ളതിൻ്റെ ഉദാഹരണമാണ്. അതുപോലെ തന്നെ കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ ഒരൊറ്റ വർഗീയ കലാപം നടക്കാത്ത ഏതെങ്കിലും ഒരു സംസ്ഥാനം കേരളമല്ലാതുണ്ടോ? കേന്ദ്ര ഗവൺമെന്റിന്റെ തന്നെ ഡേറ്റ വന്നല്ലോ ഇപ്പോൾ. 10 വർഷത്തിന്റെ പ്രത്യേകത എന്താ? BJP അധികാരത്തിലിരുന്ന 10 വർഷം
രാജ്യത്ത് ഏറ്റവും കൂടുതൽ വർഗീയ ധ്രുവീകരണമുണ്ടായ 10 വർഷം, രാജ്യത്ത് ഏറ്റവും കൂടുതൽ വർഗീയ സംഘർഷങ്ങൾ ഉണ്ടായ 10 വർഷം. ഈ ഒരു ലോറിയിൽ കന്നുകാലികളെ കടത്തിക്കൊണ്ട് പോകുന്നത് ഒരു വർഗീയ കലാപത്തിനോ സംഘർഷത്തിനോ ഇടയാവുന്ന കാലം. അതിൻ്റെ പേരിൽ മാത്രം നിരപരാധികൾ തെരുവിൽ തല്ലിക്കൊല്ലപ്പെടുന്ന ഒരു കാലം. ബീഫിൻ്റെ പേരിൽ ഇഷ്ടമുള്ളത് കഴിക്കാൻ സ്വാതന്ത്ര്യമില്ലാത്ത കാലം, ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാൻ പറ്റാത്ത കാലം, അതെല്ലാം ഒരു വർഗീയ സംഘർഷത്തിന് തിരികൊളുത്തുന്ന കാലം. ഇന്ത്യയിൽ എല്ലായിടത്തും ചെറുതും വലുതുമായ വർഗീയ സംഘർഷങ്ങളും കലാപങ്ങളും ഉണ്ടായില്ലേ? ഊരിപ്പിടിച്ച വാളുമായിട്ട് രാമനവമിക്ക് കൽക്കത്തയിലെ തെരുവുകളിൽ മമതാ ബാനർജി ഭരിക്കുന്ന കൽക്കത്തയിൽ പ്രകടനം നടന്നില്ലേ? കോൺഗ്രസ് ഭരിക്കുന്ന സ്ഥലങ്ങളിൽ ഉണ്ടായില്ലേ? ഇല്ലേ? കോൺഗ്രസ് സർക്കാരുകൾ അതിന് ഒത്താശ ചെയ്തില്ലേ? ഇപ്പോൾ രാമക്ഷേത്രം നിർമ്മിക്കാൻ വെള്ളി ഇഷ്ടിക നൽകിയ കമൽനാഥ് കോൺഗ്രസ്സാണ്. രാമക്ഷേത്രം ദേശീയോദ്ഗ്രഥത്തിൻ്റെ പ്രതീകമാണെന്ന് പറയാൻ വല്ല മടിയും പ്രിയങ്ക ഗാന്ധിക്ക് ഉണ്ടായോ? വല്ല മടിയുണ്ടായോ? അപ്പോൾ കേരളത്തിൽ ഈ 10 കൊല്ലത്തിനിടയിൽ ഒരൊറ്റ വർഗീയ കലാപം പോലും ഉണ്ടായില്ല. ഇവിടെ വർഗീയ ശക്തികൾ ഇല്ലാഞ്ഞിട്ടാണോ? 2 കൂട്ടരുണ്ടല്ലോ. 2 കൂട്ടർക്കും പത്തി ഉയർത്താനായില്ല. വർഗീയ ശക്തികൾ പത്തി ഉയർത്തിയാൽ ആ പത്തി അടിച്ചൊതുക്കും കേരളത്തിലെ ഗവൺമെൻറ് എന്ന് അവർക്ക് നന്നായിട്ടറിയാം. മാളത്തിൽ നിന്ന് പുറത്തു വരാൻ ഒരു കൂട്ടർക്കും കഴിഞ്ഞില്ല. അവരിപ്പോൾ കാത്തിരിക്കുന്നുണ്ട് മാളത്തിൽ നിന്ന് ഇഴഞ്ഞു വരാം എന്ന്. വ്യർത്ഥമോഹവുമായിട്ട് വർഗീയതയുടെ കാളസർപ്പങ്ങൾ കാത്തിരിക്കുന്നുണ്ട്. അവർ മാളത്തിൽ നിന്ന് പുറത്തിറങ്ങാൻ തയ്യാറായിട്ടിരിക്കുകയാണ്. പക്ഷേ ഈ 10 വർഷം LDF ഭരണത്തിന് കീഴിൽ അത് നടന്നിട്ടില്ല. എന്ത് ചെറിയ വ്യത്യാസമാണോ? ബുൾഡോസർ ഇവിടെയല്ലേ വരാത്തുള്ളൂ അല്ലേ? ഇവിടെയും തമിഴ്നാട്ടിലും അല്ലേ വരാത്തതുള്ളൂ. കർണാടക വരെ എത്തിയില്ലേ? കോൺഗ്രസിന്റെ കർണാടകയിൽ വരെ യലഹങ്കയിൽ ബുൾഡോസർ 80% ന്യൂനപക്ഷമാണോ താമസിക്കുന്നത്? ഡൽഹിയിൽ ഞങ്ങളൊരു ചെറിയ പാർട്ടിയാ. കോൺഗ്രസിന്റെ നേതൃത്വം മുഴുവൻ ഡൽഹിയിലുണ്ട്. സോണിയാഗാന്ധി ഉണ്ട്, പ്രിയങ്ക ഗാന്ധി ഉണ്ട്, രാഹുൽ ഗാന്ധി ഉണ്ട്. ഡൽഹിയിലെ BJP സർക്കാർ ബുൾഡോസർ കൊണ്ട് ഇടിച്ചു നിരത്തിയപ്പോൾ ആ ബുൾഡോസറിന്റെ മുമ്പിൽ ഒരു സ്ത്രീ പോയി കൈ ഉയർത്തി നിന്ന് തടയുന്ന ഒരു ഉശിരുള്ള ചിത്രമുണ്ട്. ആ സ്ത്രീയുടെ പേര് ബൃന്ദ കാരാട്ട് എന്നാണ്. ഞങ്ങളുടെ പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ മെമ്പറായിരുന്നു അല്ലേ? അതാണ് വ്യത്യാസം. 2 രാഷ്ട്രീയം, 2 നിലപാട്. ഞങ്ങൾ പ്രസംഗമല്ല. ഇപ്പോൾ ഒരു കാര്യം ഞങ്ങൾക്ക് ധൈര്യമായിട്ട് പറയാൻ പറ്റും. ബാംഗ്ലൂർ വരെ ഉരുണ്ടു വന്നിരിക്കുന്ന ബുൾഡോസർ കേരളത്തിൻ്റെ അതിർത്തിക്ക് പുറം കിടക്കില്ല എന്നുള്ളത്. ഒരു വർഗീയതയുടെ ബുൾഡോസറും ഇവിടെ ഉരുളില്ല. അങ്ങനെ പറയുമ്പോൾ കേരളത്തിലെ ബഹുഭൂരിപക്ഷം അത് അവിശ്വസിക്കുമെന്ന് ഞാൻ കരുതുന്നുമില്ല. പക്ഷെ അപ്പോഴും ചില സമയത്ത് ചില പ്രസ്താവനകൾ നേതാക്കൾ നടത്തിയാൽ കൊള്ളാമെന്ന് ആഗ്രഹിക്കുന്നുണ്ടാവും. ചുരുങ്ങിയ പക്ഷം ഇടതുപക്ഷ അനുഭാവികളെന്നതിൽ ഞാൻ കരുതുന്നുമുണ്ട്. ഉദാഹരണത്തിന് വെള്ളാപ്പള്ളി നടേശന്റെ പ്രസ്താവന. ഇപ്പം CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തെക്കുറിച്ച് വെള്ളാപ്പള്ളി പറഞ്ഞ പ്രസ്താവനയെ ശ്രീ പിണറായി വിജയൻ അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം അങ്ങനെ പറയണ്ട എന്ന് തന്നെ പറഞ്ഞു. അതേസമയം ഇടയ്ക്കിടയ്ക്ക് ആവർത്തിക്കുന്ന ലീഗിനും പറഞ്ഞിട്ടുള്ള ന്യൂനപക്ഷ വിരുദ്ധ പ്രസ്താവനകളെ കുറിച്ച് അത്ര കരുത്തോടെ ഒരു പ്രസ്താവന വരേണ്ടായില്ല. CPIM ഒരു പാർട്ടി എന്ന നിലയിൽ സെക്രട്ടേറിയറ്റിന്റെ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് വന്നു ആ പ്രസ്താവനയെ തള്ളി പറഞ്ഞുകൊണ്ട്. അതിനപ്പുറം എന്താ ആധികാരികത ഉള്ളത്? പാർട്ടി സ്റ്റേറ്റ് സെക്രട്ടേറിയറ്റിന്റെ നിലപാടായിട്ടത് വന്നു. പിന്നെ നേരത്തെ നിങ്ങൾ ചോദിച്ചത് പ്രത്യയശാസ്ത്രപരമായ നിലപാട് ശരി, പ്രസംഗത്തിൽ ശരി എന്നാണ്. ഞാൻ പ്രവൃത്തിയിൽ ഉദാഹരണങ്ങൾ പറഞ്ഞു. അപ്പം നമ്മൾ അതാണ് പ്രത്യയശാസ്ത്രവും പ്രവൃത്തിയാണ് നോക്കേണ്ടത്. അതുമായിട്ട് ഒത്തുപോകാത്ത പ്രസ്താവന എവിടെയെങ്കിലും വരുന്നുണ്ടോ എന്നുള്ളതല്ല, ഒറ്റപ്പെട്ട എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളതല്ല. ഞാൻ അതിലേക്ക് തന്നെ ഒരിക്കൽ കൂടി വരികയാണ്. അപ്പം UDFും ജമാഅത്തുമായിട്ടുള്ള ബന്ധത്തെ വിചിത്രമാണെന്ന് നമുക്ക് വിമർശിക്കാവുന്ന രീതിയിൽ തന്നെയാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ന്യായീകരിച്ചിട്ടുള്ളത്. അതിനെ കൗണ്ടർ ചെയ്യാൻ ഈ പറയുന്ന ചില പ്രസ്താവനകൾക്ക് നമുക്ക് കരുത്തു കുറച്ചു എന്ന് കരുതുന്നുണ്ടോ? ഒരിക്കലും ഇല്ല. കാരണം ജമാഅത്തെ ഇസ്ലാമി UDFും തമ്മിലുള്ള പ്രസ്താവനയെ പ്രതിപക്ഷ നേതാവ് വിശദീകരിച്ചത് എത്ര പരിഹാസ്യമായിട്ടാണ്. ആർക്കെങ്കിലും അത് ബോധ്യമുണ്ടോ? കേരളത്തിലെ മാധ്യമങ്ങൾ ഇത് കൈകാര്യം ചെയ്യുന്ന രീതിയിൽ വ്യത്യാസം ഉണ്ടെന്നുള്ളതാണ്. അത്തരമൊരു പ്രസ്താവന ഒരു ഇടതുപക്ഷ നേതാവാണ് നടത്തിയതെങ്കിൽ എന്ന് നിങ്ങൾ സങ്കല്പിക്കണം. അപ്പോഴേ അത് മനസ്സിലാവും. ഒരു ഇടതുപക്ഷ നേതാവാണ് നടത്തിയതെങ്കിൽ ഒന്നും വേണ്ട, ഏറ്റവും ഒടുവിൽ ഏത് പ്രസ്താവനയും നോക്കൂ. ഏറ്റവും ഒടുവിൽ പ്രതിപക്ഷ നേതാവ് ഒരു ചീഫ് ജസ്റ്റിസ് വായിൽ തോന്നിയത് പറഞ്ഞു എന്നാണ് പറഞ്ഞത്. ഏത് പ്രതിപക്ഷ നേതാവിന് പബ്ലിക് ഇൻട്രസ്റ്റ് ആണോ പബ്ലിസിറ്റി ഇൻട്രസ്റ്റ് ആണോ എന്ന് ചോദിച്ചത്. ഇവർ കഴിഞ്ഞ 10 കൊല്ലം കോടതിയിൽ പോയി എല്ലാം തോറ്റേ. എല്ലാം ഒരു ചീഫ് ജസ്റ്റിസിൻ്റെ കാലത്തല്ല, പല ചീഫ് ജസ്റ്റിസുമാരുടെ കാലത്ത് പല ബെഞ്ചുകൾ പരിഗണിച്ച കേസുകളിലെല്ലാം സർക്കാരിനെതിരെ കൊണ്ടുവന്ന കേസാണ് ഞാൻ പറഞ്ഞത്. ഏറ്റവും ഒടുവിൽ സ്പ്രിംഗ്ലറാണ്.
എങ്ങനെയായിരുന്നു മാധ്യമങ്ങൾ വാർത്ത സ്പ്രിംഗ്ലർ ഓർമ്മയുണ്ടോ? ആ കോവിഡ് കാലത്ത് പ്രൈം ടൈമിൽ 2 മാസത്തെ ചർച്ചയാണ്. അതിലേറെക്കുറെ എല്ലാ ചർച്ചയ്ക്കും പോയ ഒരു ഹതഭാഗ്യനാണ് ഞാൻ. പ്രൈം ടൈമിൽ. കാരണം അന്ന് വേറെ രാഷ്ട്രീയ പ്രവർത്തനം ഇല്ലല്ലോ. കോവിഡ് അല്ലേ, ലോക്ക്ഡൗൺ അല്ലേ. എന്തെല്ലാം സംഭ്രമജനകമായിട്ടുള്ള കഥകളാ പ്രചരിപ്പിച്ചത്, തലക്കെട്ടുകളാ കൊടുത്തത്, ആയിരുന്നില്ലേ? അവസാനം ഒരു ബലൂൺ പോലെ കാറ്റ് പോയി. ഇപ്പോൾ എന്താ കേരള ഹൈക്കോടതി പറഞ്ഞു? സർക്കാരിൻ്റെ ഉദ്ദേശശുദ്ധിയിൽ ഒരു തെറ്റുമില്ല, അന്നത്തെ സാഹചര്യത്തിൽ ചെയ്യേണ്ട കാര്യമാണ് സർക്കാർ ചെയ്തത് എന്നാൽ ഹർജി തള്ളി. എങ്ങനെയായിരുന്നു വാർത്ത കൊടുത്തത്? ദിവസങ്ങളോളം ആഴ്ചകളോളം 1-ാം പേജിൽ ലീഡായിരുന്ന അത് ഞാൻ നോക്കി 8-ാം പേജിൽ 7-ാം പേജിൽ ഒറ്റക്കോളം ഷൂ എന്നാണ് വാർത്ത കൊടുത്തത്. അതാ ഞാൻ പറഞ്ഞത്, ഈ വാർത്തകളെ പരിചരിക്കുന്ന രീതി ഉണ്ടല്ലോ, ആ രീതി മാധ്യമങ്ങൾ ലഘുലേഖ പോലെയാണ് പത്രങ്ങളൊക്കെ പ്രവർത്തിക്കുന്നത്. ടെലിവിഷൻ ചാനലുകളൊക്കെ എത്ര ഏകപക്ഷീയമായിട്ടാണ് ഇടതുപക്ഷത്തെ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നത്, വലതുപക്ഷത്തെ തലോടുന്നത്. യഥാർത്ഥത്തിൽ കേരളത്തിലെ വലതുപക്ഷത്തെക്കാൾ വലിയ വലതുപക്ഷം ആരറിയോ? മാധ്യമങ്ങളാണ്. ആ മാധ്യമങ്ങളുടെ മടിത്തട്ടിൽ മയങ്ങുന്ന ലാപ്ടോപ്പ് ആണ് ആര്? കേരളത്തിലെ UDF-ഉം BJP-യും ഒക്കെ. അവരുടെ മടിത്തട്ടിലാണ് മയങ്ങുന്നത്. അവരെ താരാട്ട് പാടുന്നത് കേരളത്തിലെ മാധ്യമങ്ങളാണ്. എന്തൊരു പരിഗണനയാണ്, എന്തൊരു കരുതലാണ് കൊടുക്കുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് പ്രതിപക്ഷ നേതാവിൻ്റെ ജമാഅത്തെ ഇസ്ലാമിക്ക് നല്ല സർട്ടിഫിക്കറ്റ് കൊടുത്തതില്ല, അത് മാധ്യമങ്ങൾ മുക്കി, അല്ലെങ്കിൽ അതിനെ ഡൗൺ പ്ലേ ചെയ്തു. വേറൊരു ഉദാഹരണം ഞാൻ പറയാം. ഗോൾവാക്കറുടെ ജന്മശതാബ്ദിക്ക് പോയിട്ട് ചിത്രത്തിൻ്റെ മുമ്പിൽ നിലവിളക്ക് കൊളുത്തി വണങ്ങി നിൽക്കുന്ന പ്രതിപക്ഷ നേതാവിൻ്റെ ചിത്രം പബ്ലിക് ഡൊമൈനിലുണ്ട് ഇല്ലേ? ഒരു ഇടതുപക്ഷ നേതാവാണ് പോയതെന്ന് കരുതുക. എന്തായിരിക്കും കേരളത്തിൽ മാധ്യമങ്ങൾ അത് എങ്ങനെയായിരിക്കും അത് എത്ര സ്ഫോടനാത്മകമായിട്ടായിരിക്കും അവതരിപ്പിച്ചിട്ടുണ്ടാവുക? പ്രത്യേക പ്രിവിലേജാണ് വലതുപക്ഷത്തിൻ്റെ, പ്രത്യേകിച്ച് കോൺഗ്രസിൻ്റെ, ലീഗിൻ്റെ ഒക്കെ നേതാക്കൾക്ക് പ്രത്യേക പ്രിവിലേജാണ്. അവർക്ക് എന്തിനും സ്വാതന്ത്ര്യമുണ്ട്. അവർക്ക് ഗോൾവാക്കറുടെ വിളക്കിൻ്റെ മുമ്പിൽ, ഗോൾവാക്കറുടെ ചിത്രത്തിൻ്റെ മുമ്പിൽ വിളക്ക് കൊളുത്തി വണങ്ങി നട്ടല് വളച്ച് നിൽക്കാനുള്ള സ്വാതന്ത്ര്യം, സവിശേഷ അധികാരം അവർക്ക് മാത്രമാണ്. അതേ ആളുകൾ നേതാവിന് തന്നെ ജമാഅത്തെ ഇസ്ലാമി പഴയ പോലെയൊന്നും അല്ല, നല്ല കുട്ടികളാണ്, മതരാഷ്ട്രവാദം ഉപേക്ഷിച്ചിരിക്കുന്നു, കോണ്ടാക്ട് സർട്ടിഫിക്കറ്റ് കൊടുക്കാനുള്ള അധികാരം മാധ്യമങ്ങൾ കൽപ്പിച്ചു കൊടുത്തിരിക്കുന്നു. അപ്പുറത്ത് ലീഗിൻ്റെ നേതാവിന് അധികാരം തിരിച്ചു പിടിക്കേണ്ടത് സമുദായത്തിന് വേണ്ടിയാണ് എന്ന് പ്രസംഗിക്കാനുള്ള അവകാശം കൊടുത്തിരിക്കുന്നു. ആ അവകാശം ഇടതുപക്ഷ നേതാവിന് അത് പോയിട്ട് ഒരു ചെറിയ പാളിച്ച വന്നാൽ മതി, ഒന്ന് കൊലവിളിക്കും. അതാണ് വ്യത്യാസം. ലീഗിൻ്റെ നേതാവിന് മതമാണ് 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 പ്രശ്നം എന്ന് ആക്രോശിക്കാനുള്ള പ്രിവിലേജ് കേരളത്തിൽ മാധ്യമങ്ങൾ അനുവദിച്ചു കൊടുത്തിരിക്കുന്നു. ഇടതുപക്ഷ നേതാവിൻ്റെ ഒരു നാക്കുപിഴ സംഭവിച്ചാൽ അതോടുകൂടി അന്ത്യമായിരിക്കും. ആ ഈ എന്താ പറയുക, അസന്തുലിതാവസ്ഥ അല്ലെങ്കിൽ ഏകപക്ഷീയത നമ്മൾ കണക്കിലെടുക്കണം. അത് ഒരു മാധ്യമപ്രവർത്തകൻ പൂർണ്ണമായും അംഗീകരിക്കാൻ എനിക്ക് സാധിക്കില്ലെങ്കിൽ പോലും പരസ്യമായിട്ട് അംഗീകരിക്കാൻ സാധിക്കേണ്ടാവില്ല. ഒന്ന് സമാധാനമായിട്ട് വീട്ടിൽ പോയിട്ട് ഞാൻ ഈ പറഞ്ഞതൊക്കെ ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ മതി. അപ്പോൾ കുറ്റബോധം കൊണ്ട് നീറും എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഈ പ്രതിപക്ഷത്തിനൊപ്പം മാധ്യമങ്ങൾ നിൽക്കുന്ന ഒരു നീണ്ട നേരം പ്രതിരോധിച്ചുകൊണ്ടിരിക്കെ 3-ാം ഭരണം എന്നുള്ള ആശയത്തിലേക്ക് പോകുമ്പം, അപ്പം അത് പറയുന്ന പ്രകാരമാണെങ്കിൽ തമിഴ്നാടും കേരളവും അതേ തുരുത്ത് ഇപ്പം ഇലക്ഷനിൽ എങ്ങനെയാണ്, ഇലക്ഷൻ അപ്പുറമുള്ള ഒരു രാഷ്ട്രീയം എങ്ങനെയാണെന്ന് BJP പല സംസ്ഥാനങ്ങളിലും കാണിച്ചിട്ടുണ്ട്. അതായത് വോട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിന് ശേഷം നടക്കുന്ന വോട്ടെടുപ്പിനെ കുറിച്ചുള്ള രാഷ്ട്രീയത്തിലും മിടുക്ക് BJP പലകുറി തെളിയിച്ചിട്ടുണ്ട്. അപ്പോൾ അവരുൾപ്പെടെ ഇപ്പം മിഷൻ 40 ആണ് പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ യുക്തി എന്താണെന്ന് അവർ വിശദീകരിച്ചിട്ടില്ലെങ്കിലും. അപ്പോൾ അങ്ങനെ നിൽക്കുമ്പോൾ ഇതിനെങ്ങനെ നേരിടും? കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് ഓർമ്മയുണ്ടല്ലോ, BJP-യുടെ അന്നത്തെ പ്രസിഡന്റ് പറഞ്ഞു 35 സീറ്റും കിട്ടിയാൽ മതി, ബാക്കി ഞങ്ങൾ ഉണ്ടാക്കിക്കോളാന്ന് പറഞ്ഞു. അങ്ങനെ ചിരിച്ചു തള്ളേണ്ട ഒരു കാര്യമല്ല അത്. കാരണം ഇന്ത്യയിൽ പലയിടത്തും നല്ല അനേകം സ്ഥലങ്ങളിൽ ചെയ്തു. നമ്മുടെ തൊട്ടപ്പുറത്തെ കർണാടകയിൽ ചെയ്തില്ലേ? വോട്ടെണ്ണിയപ്പോൾ ഭൂരിപക്ഷം കോൺഗ്രസിനായിരുന്നു, ഗവൺമെന്റ് ഉണ്ടാക്കിയത് ആരായിരുന്നു? BJP ആണ്. ഗോവയിൽ വൈകിട്ട് 5 മണിക്ക് വോട്ടെണ്ണി കഴിഞ്ഞു, ഭൂരിപക്ഷം കോൺഗ്രസിന്. പിറ്റേന്ന് പുലർച്ചെ ഭൂരിപക്ഷം BJP-ക്കായി. അതിൻ്റെ രസകരമായൊരു കഥയുണ്ട് കേട്ടോ. ഞാനന്ന് പാർലമെന്റ് മെമ്പറാണ്. കഥയല്ല, നിതിൻ ഗഡ്കരിക്കായിരുന്നു ചാർജ് ഗോവയുടെ. അദ്ദേഹം ഒരു ഇൻ്റർവ്യൂ ഇന്ത്യൻ എക്സ്പ്രസ്സിന് കൊടുത്തു ഇതിനെക്കുറിച്ച്. ആ ഇൻ്റർവ്യൂവിൽ നിതിൻ ഗഡ്കരി തുറന്നു പറയുകയാണ്, വൈകുന്നേരം 7 മണിയോടുകൂടി അമിത്ഷാ വിളിച്ചു, എന്താണ് റിസൾട്ട് എന്ന് ചോദിച്ചു. റിസൾട്ട് മോശമാണ്, നമുക്ക് ഭൂരിപക്ഷം ഇല്ല. അല്ല, അങ്ങനെ ഉപേക്ഷിക്കരുത്, അങ്ങ് നേരിട്ട് പോകണം, വേണ്ടത് ചെയ്യണം, ഭൂരിപക്ഷം ഉണ്ടാക്കണം എന്ന് പറഞ്ഞു. പ്രത്യേക വിമാനത്തിൽ അർദ്ധരാത്രിയോടെ പനാജിയിൽ ഇറങ്ങി. പുലർച്ചെ 5:30 ആയപ്പോഴേക്കും ഭൂരിപക്ഷം ഉറപ്പാക്കി. എന്നിട്ട് അമിത്ഷാ വിളിച്ചപ്പോൾ പറഞ്ഞു, ഇപ്പോൾ പ്രധാനമന്ത്രി എണീറ്റ് കാണില്ല,
എന്ന് പറഞ്ഞു. പ്രധാനമന്ത്രിയോട് സംസാരിക്കുക. അപ്പോൾ എന്തിനാന്ന് വെച്ചാൽ മനോഹർ പരീക്കറെ അന്ന് പ്രതിരോധ മന്ത്രിയാണ്, മുഖ്യമന്ത്രിയാക്കാൻ വിട്ടുതരണം, ഭൂരിപക്ഷം റെഡിയാക്കിയിട്ടുണ്ട് എന്നാണ്. 7 മണിക്ക് അമിത്ഷാ തിരിച്ചു വിളിച്ചു. പ്രധാനമന്ത്രിയുടെ ഗ്രീൻ സിഗ്നൽ കിട്ടി, ഗോ ഹെഡ്. അങ്ങനെയാണ് ഉണ്ടാക്കിയതെന്ന്. ഇത് ഞാൻ പറഞ്ഞതല്ല, ഇന്ത്യൻ എക്സ്പ്രസിന് കൊടുത്ത ഇന്റർവ്യൂവിൽ നിതിൻ ഗഡ്കരി പറഞ്ഞതാണ്. എവിടുന്ന് ആളെ പിടിച്ചത്? കോൺഗ്രസ് എന്നാണ്. കർണാടകയിലെ BJPയുടെ കോൺഗ്രസ്സുകാരെ കാലുമാറ്റിയ പദ്ധതിയുടെ പേര് ഓപ്പറേഷൻ ലോട്ടസ് എന്നായിരുന്നു, അല്ലേ? അരുണാചൽ പ്രദേശിൽ 32 കോൺഗ്രസ് MLA മാർ രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോഴും കോൺഗ്രസ് ആയിരുന്നു. രാവിലെ കോൺഗ്രസ് ആയിട്ട് എഴുന്നേറ്റത് ഒരാളെ ഉണ്ടായിരുന്നുള്ളൂ. ഉറക്കത്തിൽ 31 പേരും BJP ആയി. മഹാരാഷ്ട്രയിൽ രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ ഗുജറാത്തിൽ വോട്ട് ചെയ്യാൻ പോയ കോൺഗ്രസ് നേതാക്കൾ, ഈ അവിടെ ഇരിക്കുന്ന BJP നേതാക്കൾ അവരെ കണ്ണു കാണിച്ച് മാറ്റിയതാണ്. രണ്ടുപേര് വോട്ട് മാറ്റി ചെയ്ത്. അങ്ങനെയല്ലോ അന്ന് കോൺഗ്രസ് തന്നെ, എനിക്ക് തോന്നുന്നു അഹമ്മദ് പട്ടേലാണെന്ന് തോന്നുന്നു പരാജയപ്പെട്ടത്. പിന്നെ മണിപ്പൂരിൽ ഇത് സംഭവിച്ചില്ലേ? നമ്മുടെ രമേശ് ചെന്നിത്തലയ്ക്കായിരുന്നില്ലേ ചാർജ്? ഭൂരിപക്ഷം കിട്ടി, സത്യപ്രതിജ്ഞ ചെയ്യാൻ വേണ്ടിയിട്ട് ഗവൺമെന്റ് ഉണ്ടാക്കുന്നതിന് നേതൃത്വം കൊടുക്കാൻ രമേശ് ചെന്നിത്തല അവിടെ ചെന്നിറങ്ങിയപ്പോൾ BJP ഗവൺമെന്റ് സത്യപ്രതിജ്ഞ നടക്കുന്നു. അവസാനം അതിന് സാക്ഷ്യം വഹിച്ച് വരേണ്ടി വന്നില്ലേ അദ്ദേഹത്തിന്? അരുണാചൽ, മറ്റേ ഇവിടെ നമ്മുടെ മണിപ്പൂർ, മഹാരാഷ്ട്രയിൽ പുലർച്ചെ BJP ഗവൺമെന്റ് സത്യപ്രതിജ്ഞ ചെയ്തില്ലേ? പുലർച്ചെ രാത്രി അട്ടിമറിച്ചിട്ട്. കർണാടകയിൽ, ഗോവയിൽ എവിടെയാണ് ഇല്ലാത്തത്? എത്ര കോൺഗ്രസ് മുഖ്യമന്ത്രിമാർ BJPയിലെത്തി? എൻ്റെ ഒരു അനുഭവം ഞാൻ പറയാം. ഞാൻ ആദ്യത്തെ തവണ MP ആയപ്പോൾ എൻ്റെ പാർലമെൻ്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ഓൺ എനർജിയാണ് ചെയർമാനല്ല, അതിൽ ഒരംഗമായിരുന്നു ജഗദംബിക പാൽ. ജഗദംബിക പാൽ എന്ന കോൺഗ്രസ് MP ആണ്. UPയിലെ കോൺഗ്രസിൻ്റെ അവസാനത്തെ മുഖ്യമന്ത്രി അദ്ദേഹമാണ്. അതിനുശേഷം പിന്നെ കോൺഗ്രസിന് മുഖ്യമന്ത്രി ഉണ്ടായിട്ടില്ല. നല്ല എന്നെക്കാളൊക്കെ പ്രായമുള്ള ആളാണ്. ഞാൻ ആ കമ്മിറ്റിയിൽ ഏറ്റവും പ്രായം കുറഞ്ഞ ആളാണ്. ഇദ്ദേഹത്തിന് എന്നെ വലിയ വാത്സല്യമാണ്, വലിയ സ്നേഹമാണ്. അപ്പോൾ 2014 തെരഞ്ഞെടുപ്പായി അവസാന ദിവസം പിരിഞ്ഞു പോവുകയാണ്. അദ്ദേഹം ഓടി വന്നു എന്നെ കെട്ടിപ്പിടിച്ചു. എന്നിട്ട് പറഞ്ഞു, ഇനിയിപ്പോൾ നമ്മളെല്ലാം തെരഞ്ഞെടുപ്പിലേക്ക് പോവില്ലേ, ഭഗവാന്റെ കൃപയുണ്ടെങ്കിൽ ജയിച്ചു വന്നാൽ ഇനിയും കാണാം എന്നൊക്കെ പറഞ്ഞ് പിരിഞ്ഞു. ഞാൻ ജയിച്ചെത്തിയപ്പോൾ ഇദ്ദേഹം അവിടെ ഉണ്ട്. അദ്ദേഹം വീണ്ടും ഓടി വന്നു എന്നെ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, നമ്മൾ രണ്ടുപേരും ജയിച്ചെത്തി, വളരെ സന്തോഷം എന്നൊക്കെ പറഞ്ഞ് കുശലാന്വേഷണം കഴിഞ്ഞിട്ട് എന്നോട് ചെയ്ത പാർട്ടി എന്ന് വെച്ചു. അപ്പോൾ എനിക്ക് പെട്ടെന്ന് സംശയം, ഇദ്ദേഹത്തിന് വല്ല ഡിമെൻഷ്യയും തുടങ്ങിയതാണോ? ഞാൻ പറഞ്ഞു, എൻ്റെ പാർട്ടി അങ്ങനെ മറന്നുപോയോ ഇത്ര വേഗം? CPM ആണ്. അല്ല, അത് നേരത്തെയുള്ള പാർട്ടി, ഇപ്പോൾ ഇതിലാന്ന് വെച്ചു. ഞാൻ പറഞ്ഞു, ഇപ്പോഴും CPM തന്നെയാണ്. അപ്പോൾ അദ്ദേഹം എന്നോട് പറയാണ്, ഞാൻ ചെറുതായിട്ടൊന്ന് പാർട്ടി മാറി. ഇതുപോലെ പണ്ടൊരു BJPയിലുണ്ടായിരുന്ന ഇപ്പോൾ കോൺഗ്രസിലേക്ക് വന്ന ആൾ പറഞ്ഞല്ലോ, ചെറുതായിട്ടൊന്ന് ഗാന്ധിജി ഇവിടെ വെച്ച് വന്നു. അതുപോലെ ഞാൻ ചെറുതായിട്ടൊന്ന് പാർട്ടി മാറി. അപ്പോൾ ഞാൻ ചോദിച്ചു, ഇപ്പം ഏതാ പാർട്ടി? അദ്ദേഹം കണ്ണിറുക്കിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ കുർത്തയ്ക്ക് മുകളിലിട്ട് ജാക്കറ്റിലേക്ക് കാണിച്ചു. ജാക്കറ്റിൻ്റെ നിറം കാവിയാണ്. എന്നിട്ട് വെച്ചു, മനസ്സിലായില്ലേ എന്ന് വെച്ചു. BJP ആയി എന്ന് പറഞ്ഞാൽ പിരിഞ്ഞു പോയത് കോൺഗ്രസ് ആയിട്ട്, തിരിച്ചു വന്ന് BJP ആയിട്ട്. അദ്ദേഹം മുൻ മുഖ്യമന്ത്രിയെ നോക്കണം. ND തിവാരി, SM കൃഷ്ണ കർണാടകയിലെ, ക്യാപ്റ്റൻ അമരീന്ദർ സിംഗ്, പിന്നെ പേമ ഖണ്ഡു, ഇതൊക്കെ മുൻ മുഖ്യമന്ത്രിമാരാ. ഇപ്പോൾ എനിക്ക് തോന്നുന്നു BJPക്കാരെക്കാൾ ഭൂരിപക്ഷം മുൻ കോൺഗ്രസ്സുകാർക്കാണ്. ഹിമന്ത ബിശ്വ ശർമ്മ, അസം മുഖ്യമന്ത്രി, കോൺഗ്രസ് നേതാവായിരുന്ന ആളാണ്. എത്രയെത്ര പേരാണ്! ഞാൻ അത് PSCക്ക് പഠിക്കുന്ന പോലെ പഠിക്കണം, എന്നാലേ മുഴുവൻ പേരും ഓർത്ത് വെച്ച് നമുക്ക് പറയാൻ പറ്റും. 180 കോൺഗ്രസ് MPമാർ, കേന്ദ്രമന്ത്രിമാർ, മുൻ മുഖ്യമന്ത്രിമാർ BJP ചേർന്നതാണ്. ഈ MLA മാരെ കണക്ക് കിട്ടാൽ അത് ഇരട്ടിയിലധികവും. കേരളത്തിൽ സംഭവിച്ചില്ലേ? 2 മുതിർന്ന കോൺഗ്രസ് നേതാക്കളുടെ, നമ്മളെല്ലാം കോൺഗ്രസ് നേതാക്കൾ എന്ന നിലയിൽ ആദരിക്കുന്ന 2 പേരുടെ മക്കളെ സംഭാവന ചെയ്തില്ലേ BJPയിലേക്ക്? എത്ര പേര് ഇവിടുന്ന് പോയി? ഇത്രയും വലിയ ചലഞ്ച് ഇപ്പം നിൽക്കുന്നു. BJPക്ക് ഒരു സീറ്റ് മാറ്റാൻ അല്ലെങ്കിൽ ആൾക്കാരെ മറക്കാൻ വല്ല മിടുക്കനാണെന്നും അവർ തെളിയിച്ചിട്ട്, അപ്പോൾ ഇതൊക്കെ പ്രതിരോധിക്കാൻ സർക്കാരിന്റെ നേട്ടങ്ങൾ ജനങ്ങളിലേക്ക് വേണ്ടത്ര എത്തിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് പാർട്ടിക്ക് വിലയിരുത്തൽ ഉണ്ടെന്നും അറിയുന്നു. അതെങ്ങനെ തിരുത്തും? അല്ല, സർക്കാരിൻ്റെ നേട്ടങ്ങൾ ജനങ്ങളിൽ എത്തിക്കാനുള്ള ശ്രമമാണ് ഞങ്ങൾ നടത്തുന്നത്. പിന്നെ വലിയൊരു ഭാഗം ഈ നേട്ടങ്ങളുടെ ഗുണഭോക്താക്കളാണ്, അവരുടെ അനുഭവത്തിലുള്ളതാണ്. ഞങ്ങൾ പറഞ്ഞിട്ട് തന്നെ അറിയണമെന്നില്ലല്ലോ, അവർ നേരിട്ട് അനുഭവിക്കല്ലേ. 62 ലക്ഷം പേര് മാസം 2000 രൂപ പെൻഷൻ വാങ്ങുന്നു. പെൻഷൻ കേരളത്തിൽ 18 മാസം മുടങ്ങിയ അനുഭവമുണ്ട്. അവർക്കറിയാം ഈ ഗവൺമെൻറ് ആയതുകൊണ്ട് മാത്രമാണ് ഇത് മുടങ്ങാതെ കിട്ടുന്നത്. വലിയ ഞെരുക്കം വന്നപ്പോൾ 3-4 മാസം വൈകി, അപ്പോൾ ചട്ടിയുമായിട്ട് ഇറങ്ങിയ ആളുകളുണ്ട്, ഇറക്കിയവരുമുണ്ട്, അല്ലേ? 3-4 മാസം വൈകിയപ്പോൾ അന്ന് മുഖ്യമന്ത്രി നിയമസഭയിലൊരു പ്രഖ്യാപനം നടത്തി, ചട്ടം 300 അനുസരിച്ച് ജനങ്ങൾക്ക് കൊടുക്കാനുള്ളത് കൊടുത്തേ ബാക്കി എന്തും ചെയ്യും, അതൊരു വിട്ടുവീഴ്ചയും വരില്ല. അതിനുശേഷം പിന്നെ ഇന്നുവരെ മുടങ്ങിയിട്ടില്ല. അത് ഈ 62 ലക്ഷം പേർക്ക് അറിയാം പഴയ അനുഭവം എന്താണെന്നുള്ളത്.
ഈ ഗവൺമെൻറ് ഇല്ലെങ്കിൽ ഇത് കിട്ടില്ല എന്നുള്ളത് അറിയാം. ഇപ്പോൾ 13-14 ലക്ഷം സ്ത്രീകൾ അപേക്ഷിച്ച് കഴിഞ്ഞു സ്ത്രീ സുരക്ഷ. അവരോട് ഞങ്ങൾ പ്രസംഗിച്ച് പറയേണ്ട ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ല. 1000 രൂപ മാസം കിട്ടുക സ്ത്രീ സുരക്ഷ. ഇന്ത്യയിൽ എവിടെയാണത് ചെയ്യുന്നത്? അതുപോലെ ലക്ഷക്കണക്കിന് ചെറുപ്പക്കാർക്കാണ് കണക്റ്റീവ് വർക്ക് സ്കോളർഷിപ്പ് കിട്ടുന്നത്. കേരളത്തിലെ സർക്കാർ സ്കൂളുകളിൽ വന്ന മാറ്റം എന്താ? അത്ഭുതകരമായിട്ടുള്ള മാറ്റമല്ലേ? കോടികളുടെ ഫണ്ടല്ലേ ഓരോ സർക്കാർ സ്കൂളിനും കിട്ടിയത്. അവിടെ പഠിക്കുന്ന കുട്ടികളുടെ രക്ഷിതാക്കൾക്കറിയാം അവർ പഠിച്ച സ്കൂളിലല്ല ഇന്ന് മക്കൾ പഠിക്കുന്നത്. ഞാനിപ്പോൾ എൻ്റെ മണ്ഡലത്തിൽ ഉദ്ഘാടനം ചെയ്തു കിഫ്ബി ഒരു കെട്ടിടം. അപ്പോൾ ഉദ്ഘാടനം ചെയ്ത് അകത്ത് കയറിയപ്പോൾ കുട്ടികളെല്ലാം കൂടി ആർപ്പുവിളിയുമായിട്ട് അകത്ത് കയറി. മനോഹരമായ ടൈലിട്ട ക്ലാസ് മുറി, അതിമനോഹരമായിട്ടുള്ള ബെഞ്ചും ഡെസ്കും, കറങ്ങുന്ന ഫാൻ 1 അല്ല 4 ഒരു ക്ലാസ് മുറിയിൽ, ട്യൂബ് ലൈറ്റിൻ്റെ പ്രകാശം. ഇത് കേരളത്തിലെ രക്ഷിതാക്കൾ കാണുന്നുണ്ട്, അവരോട് പറയേണ്ട കാര്യമില്ല. കേരളത്തിലെ സർക്കാർ ആശുപത്രിയിൽ ഹൃദയം മാറ്റിവെക്കുന്നു, കരൾ മാറ്റിവെക്കുന്നു, താലൂക്ക് ആശുപത്രിയിൽ വരെ ഡയാലിസിസ് നടക്കുന്നു. ആശുപത്രികളിലേക്ക് ആളുകൾ കൂടുതൽ വരുന്നതിൻ്റെ കാരണം എന്താ? പ്രൈവറ്റ് ആശുപത്രി ആശ്രയിക്കേണ്ട കാര്യമില്ല, അവരുടെ അനുഭവത്തിലുള്ളതാണ്. ദേശീയപാതയിലൂടെ യാത്ര ചെയ്യുന്ന ആളുകൾ, അവരോട് ഞങ്ങൾ ദേശീയപാത ഉണ്ടാക്കിയെന്ന് പ്രസംഗിക്കേണ്ട കാര്യം യഥാർത്ഥത്തിൽ ഇല്ലല്ലോ. അവരാ പാതയിലൂടെയല്ലേ യാത്ര ചെയ്യുന്നത്. മലയോര ഹൈവേയിലും ഇവിടെ യാത്ര ചെയ്യുന്ന ആളുകൾ, ഇപ്പോൾ തൃശ്ശൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് വരാൻ ഞാൻ പലപ്പോഴും എടുക്കുന്നത് മലയോര ഹൈവേ ആണ്. തൃശ്ശൂരിൽ നിന്ന് നമ്മുടെ മറ്റേ അങ്കമാലി മൂവാറ്റുപുഴ വഴി തിരിഞ്ഞ് തൊടുപുഴ വഴി വരുന്ന മലയോര ഹൈവേ. ആ യാത്ര ചെയ്യുന്ന ആളുകൾക്കറിയാം ഇത് 10 കൊല്ലം മുമ്പ് ഉണ്ടായിരുന്നില്ല എന്നുള്ളത്, ഇപ്പോൾ വന്നതാണ് എന്നത്. കെ സ്മാർട്ടിലൂടെ ഒരു ക്ലിക്കിൽ പെർമിറ്റ് കിട്ടുമ്പോൾ, വിവാഹം രജിസ്റ്റർ ചെയ്യുമ്പോൾ ആളുകൾക്ക് ഇത് അറിയാം. പിന്നെ എന്തുകൊണ്ടാവും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഒരു തിരുത്തൽ വേണം അല്ലെങ്കിൽ ശ്രദ്ധിക്കണം എന്നുള്ള ഒരു സിഗ്നൽ ഒരുപാട് കാരണങ്ങളുണ്ട്. പ്രാദേശികമായിട്ടുള്ള കാരണങ്ങൾ ഒരുപാടുണ്ട്. ഇപ്പോൾ പ്രാദേശികമായി വർഷങ്ങളായിട്ട് ജയിച്ച ചില പഞ്ചായത്തുകൾ, അവിടെ അത്തരം സ്ഥലങ്ങളിലൊക്കെ ഞങ്ങൾ പരാജയപ്പെട്ടിട്ടുണ്ട്. പ്രധാനം പ്രാദേശികമായിട്ടുള്ള ഘടകങ്ങളാണ് അതിലുണ്ടായിട്ടുള്ളത്. പിന്നെ പൊതുവായ ചില നേരത്തെ പറഞ്ഞ ചില രാഷ്ട്രീയ കാര്യങ്ങൾ, ഇങ്ങനെ ചിലതൊക്കെ സംഭവിച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ. അത് ഒരു എന്നിട്ട് പോലും യഥാർത്ഥത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ വിധിയെ അതിശയോക്തിപരമായിട്ടല്ലേ മാധ്യമങ്ങൾ അവതരിപ്പിച്ചത്. അതിശയോക്തിപരമായിട്ടാണ് അവതരിപ്പിച്ചത്. നിയമസഭാ ജില്ലാ പഞ്ചായത്തിൻ്റെ വോട്ടിൻ്റെ അടിസ്ഥാനത്തിൽ നോക്കിയാൽ 64 സീറ്റ് LDF ഇപ്പോഴും മുമ്പിലാണെന്ന് ഓർക്കണം. ജില്ലാ പഞ്ചായത്തിൻ്റെ, അതാണ് പൊളിറ്റിക്കൽ വോട്ട്. മറ്റതിൽ സ്വതന്ത്രനുണ്ട്, വ്യക്തിയുണ്ട്, കുടുംബമുണ്ട്, കുടുംബ ബന്ധങ്ങളുണ്ട്, സൗഹൃദമുണ്ട്, ഇതെല്ലാം ഉണ്ട് വാർഡിലേക്ക് നടക്കുന്നത് മറ്റേ തെരഞ്ഞെടുപ്പിൽ. അപ്പോൾ അതുകൊണ്ട് ശരിയാണ്, തിരിച്ചടിയുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയില്ല. ഏതുമായിട്ട് താരതമ്യപ്പെടുത്തുമ്പോഴാണ്? കഴിഞ്ഞ വർഷത്തെ മഹാവിജയവുമായിട്ട് താരതമ്യപ്പെടുത്തുമ്പോൾ തിരിച്ചടിയുണ്ട്. അതിന് പ്രധാനമായിട്ടുള്ളത് പ്രാദേശികമായിട്ടുള്ള ഘടകങ്ങളാണ്. സർക്കാരിൻ്റെ ഭരണ നേട്ടങ്ങളെക്കാൾ കൂടുതൽ പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, അവയുടെ പ്രവർത്തനം, ഇതൊക്കെ ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു കാലമാണ്. ഒരു രസമുള്ള മറുപടിയായിരുന്നു. ഇപ്പം ഞാൻ ആ നമ്പർ മാറാതിരിക്കാൻ നോക്കി തന്നെ പറയാം. ഇപ്പം തൃത്താലയിലെ താങ്കളുടെ പഞ്ചായത്തിൽ നോക്കിയപ്പോൾ 867 പഞ്ചായത്തല്ല, എൻ്റെ മണ്ഡലത്തിൽ 867 വോട്ടല്ലേ കുറഞ്ഞത് എന്ന് ചോദ്യം ചോദിച്ചു. പക്ഷെ അപ്പോഴും നേരത്തെ പറഞ്ഞ മാതിരി ഇപ്പം ഇതല്ല കാരണങ്ങൾ എന്ന് പറയുമ്പോൾ ഒരു വാചകം പറയുന്നുണ്ട്, അപ്പോഴും ശ്രദ്ധിക്കണം എന്നൊരു മെസ്സേജ് അതിനകത്തുണ്ട്. 867 നൽകുന്ന സന്ദേശം എന്താ? ഞങ്ങൾ തൃത്താല എന്ന് പറഞ്ഞാലേ കഴിഞ്ഞ തവണ ഞങ്ങൾ പിടിച്ചെടുത്ത മണ്ഡലം. 10 വർഷമായിട്ട് UDF ജയിച്ച മണ്ഡലമാണ്. അതിനു മുമ്പ് ഞങ്ങൾ ജയിച്ചതും ചെറിയ 400 വോട്ടിനൊക്കെ ജയിച്ച സ്ഥലമാണ്. 2-3 തവണ ഞങ്ങൾ ജയിച്ചത് 1000-ൽ താഴെ വോട്ടിനായിരുന്നു. പിന്നെ UDF വലിയ ഭൂരിപക്ഷത്തിന് ജയിച്ച മണ്ഡലമാണ്. കഴിഞ്ഞ തവണ ഞങ്ങൾ തിരിച്ചു പിടിച്ചു. അതുപോലുള്ളൊരു മണ്ഡലമാണ് തൃത്താല എന്നത്. അപ്പം അവിടെ ഒരു ചെറിയ വോട്ടിന് ആണ് ഞങ്ങൾ പിന്നിൽ പോയത് എന്നതൊരു വസ്തുതയാണ്. അത് ജില്ലാ പഞ്ചായത്ത് വോട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് പറഞ്ഞത് ആ കണക്ക്. ഇനി പഞ്ചായത്തിൻ്റെ കണക്കെടുത്താലോ, കഴിഞ്ഞ തവണ ഞങ്ങൾ ജയിച്ച ഒരു പഞ്ചായത്ത് പരാജയപ്പെട്ടു, UDF ജയിച്ചൊരു പഞ്ചായത്ത് ഞങ്ങൾ ജയിക്കുകയും ചെയ്തു. പിന്നെ കഴിഞ്ഞ തവണ ടോസിൽ ഞങ്ങൾ വിജയിച്ച ഒരു പഞ്ചായത്ത് ഇത്തവണ UDF ജയിച്ചു. അത്രേ അവിടെ സംഭവിച്ചിട്ടുള്ളൂ. അപ്പോൾ വലിയ അത്ഭുതകരമായ എന്തോ കാര്യം സംഭവിച്ചിട്ടില്ല, അതാണ് ഞാൻ പറഞ്ഞത്. അതിൽ ഇനി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട അവസാനത്തെ ചോദ്യം, ഇപ്പം പിണറായി വിജയൻ തന്നെ നയിക്കുമെന്നാണ് CPM ജനറൽ സെക്രട്ടറി MA ബേബി പറഞ്ഞത്. അപ്പോൾ സോഷ്യൽ മീഡിയയിൽ പല കഥകളും പ്രചരിക്കുന്നത് പിണറായി തന്നെ മുഖ്യമന്ത്രിയാകുമോ എന്നുള്ള ചോദ്യത്തിന് വ്യക്തമായ മറുപടി സഖാവ് ബേബി അന്ന് വ്യക്തമായി പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പിണറായി നയിച്ച് KK ശൈലജ സംസ്ഥാനത്തിന്റെ ആദ്യ വനിതാ മുഖ്യമന്ത്രിയാകുന്ന ഒരു 3ാം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ, അങ്ങനെ ഒരു സാധ്യതയുണ്ടോ? MA ബേബി അങ്ങനെ പറഞ്ഞതിൻ്റെ കാര്യം എന്താ?
ഞങ്ങളുടെ പാർട്ടി കാലാകാലങ്ങളിലായി പിന്തുടരുന്നൊരു സംഘടനാ രീതിയുണ്ട്. ആ സംഘടനാ രീതി അനുസരിച്ച് MA ബേബിക്കാണെങ്കിലും എനിക്കാണെങ്കിലും ഒരു സാധാരണ പാർട്ടി മെമ്പർക്കാണെങ്കിലും മറുപടി പറയാൻ പറ്റും. അത് നിങ്ങൾ എത്ര തവണ ചോദിച്ചാലും അതേ പറയാൻ പറ്റും. അപ്പോൾ MA ബേബി പറഞ്ഞതിനേക്കാൾ കൂടുതൽ ഒരു മറുപടി എനിക്ക് അക്കാര്യത്തിൽ പറയാനില്ല, പറയാനാവില്ല. ഇപ്പം CPM ഇടതുപക്ഷ ജനാധിപത്യം രാഷ്ട്രീയത്തിലാണെങ്കിലും സാമൂഹ്യ ജീവിതത്തിലാണെങ്കിലും ഒട്ടേറെ വിപ്ലവകരമായ നടപടികൾ എടുത്തിട്ടുള്ള സർക്കാരും പാർട്ടിയുമാണ്. അപ്പോഴും കേരളത്തിന്റെ ഒരു വനിതാ മുഖ്യമന്ത്രിയെ നൽകാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ആലോചിച്ചുകൂടെ? അതെല്ലാം ഞാൻ പറഞ്ഞില്ലേ, MA ബേബി പറഞ്ഞ ഉത്തരത്തിനപ്പുറം ഇക്കാര്യങ്ങളിൽ പറയാൻ അദ്ദേഹത്തെ ജനറൽ സെക്രട്ടറി മുതൽ പാർട്ടി മെമ്പർ വരെയുള്ള ആൾക്ക് പറ്റില്ല. കാരണം ഞങ്ങളുടെ അക്കാര്യങ്ങൾ തീരുമാനിക്കുന്ന അതാത് സന്ദർഭങ്ങളിലല്ലേ. അപ്പോൾ സംവാദ പരിപാടിയിൽ ഇത്രയും നേരം നമുക്കൊപ്പം ചെലവഴിച്ചത് മന്ത്രി MB രാജേഷ്. നന്ദി സർ. Subscribe to One India and never miss an update.